പത്രവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 25 നിങ്ങളുടെ കൂടെ പത്രവാർത്ത വായിക്കാൻ വേണ്ടി ഞാൻ അതുൽ, എൻ്റെ കൂടെ ഉള്ളത് ആതിര. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒരു വാർത്തയേ ഉള്ളൂ. കാരണം നമ്മൾ ഡൽഹിയിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന CJPയുടെ വാർത്ത തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതായത് സർക്കാരിന് CJPയുടെ അന്ത്യശാസനം എന്നുള്ളൊരു തലക്കെട്ടോടെയാണ് മലയാള മനോരമ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. അതായത് സർക്കാരിന് CJPയുടെ അന്ത്യശാസനം, മൂന്നാം ചർച്ചയും പരാജയം, ഇന്നും വീണ്ടും ചർച്ച, അതുപോലെ തന്നെ പ്രധാന രാജിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനുള്ള ആഹ്വാനവും അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തയാണ്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കിയതോടെ കേന്ദ്ര സർക്കാരുമായുള്ള മൂന്നാം ചർച്ചയും പരാജയമായിരിക്കുന്നു. തീരുമാനമെടുക്കാൻ 24 മണിക്കൂർ സമയമാണ് CJP സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഇന്ന് 3:30 വീണ്ടും ചർച്ച നടക്കും. വഴങ്ങിയില്ലെങ്കിൽ രാജ്യമൊട്ടാകെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CJP എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും CJP ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ് അവർ പോകുന്നത്. സത്യത്തിൽ ഇപ്പോൾ നേപ്പാളിൽ നടന്നതുപോലെയൊക്കെ ഒരു പ്രക്ഷോഭം ജെൻസി നേരിട്ടിറങ്ങി, അതായത് ഇന്നത്തെ തലമുറ കുട്ടികൾ നേരിട്ടിറങ്ങി പ്രക്ഷോഭത്തിന് മുൻകൈ എടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു സമരത്തിനുള്ളത്. അപ്പം ഡൽഹിയിൽ കലാപം മുറുകുകയാണ്. പക്ഷേ ചർച്ചകൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. മൂന്നാം ചർച്ചയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രക്ഷോഭം, അല്ലെങ്കിൽ അവർ ന്യായമായ കാര്യത്തിന് വേണ്ടി തന്നെയാണല്ലേ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടും ന്യായമായിട്ടുള്ള ഒരു അന്തിമ വിധി ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് കരുതണം എന്ന് വേണം പറയാൻ, അല്ലേ? പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സർക്കാർ അംഗീകരിക്കത്തില്ലെന്നാണ് പറയുന്നത്. അത് മാത്രം ഒഴിച്ച് ബാക്കി എന്ത് വേണേലും ചെയ്യാമെന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞതായാലും അദ്ദേഹം പറഞ്ഞത് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും. ആരാണോ ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കും. പക്ഷേ മന്ത്രിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള യാതൊരു ഇതും പറയുന്നില്ല എന്ന് വേണം പറയാൻ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നടപടി, 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. അപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഏകദേശം 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിനെതിരെ, ബ്യൂറോക്രസിക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പിരിച്ചുവിട്ടവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതെ, അപ്പം അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെയാണ്. പക്ഷേ CJPയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മന്ത്രി, അതായത് ആരാണോ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുക, അദ്ദേഹത്തെ രാജിവെപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്തിമ വിധി തന്നെയാണ് നമ്മളും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രി ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം നൽകാമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിലും CJP എന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. രാജിവെക്കാതെ യാതൊരുവിധ ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല എന്നുള്ള ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് എത്രത്തോളം പോസിബിൾ ആകുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാം. അങ്ങനെ രാജിവെച്ചു കഴിഞ്ഞാൽ ഇനി മുമ്പ് നടന്ന് പരാജയപ്പെട്ടു പോയ, അല്ലെങ്കിൽ കർഷക സമരം പോലെയുള്ള ഒരുപാട് സമരങ്ങൾ വീണ്ടും തലപൊക്കും. അതിന് തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ആ ഒരു ഭയമാണോ ഇവരെ ഈ രാജിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നും നമ്മൾ കരുതേണ്ടിയിരിക്കും. കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും 10 കോടി പിഴയുമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് എത്രത്തോളം ഇതാകുമെന്ന് അറിയത്തില്ല. എന്തായാലും തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ മാത്രം ശിക്ഷിച്ചാൽ പോരാ. കാരണം ഇതിന്റെ ടോപ്പിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് അതിന്റെ ചരിത്രമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു മന്ത്രി എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മന്ത്രി അവിടെ നിന്ന് രാജിവെച്ച് ഒഴിയുക എന്നുള്ളത് നമുക്ക് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ കേന്ദ്രമന്ത്രി അദ്ദേഹവും രാജിവെച്ച് ഒഴിയുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു മാന്യതയുടെ ഭാഗമാണെന്ന് വേണം കരുതാൻ. അപ്പൊ അങ്ങനെ ഒരു മാന്യത അദ്ദേഹം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സുപ്രീം കോടതിയുടെ വേറൊരു തീരുമാനമാണ് നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കണമെന്നുള്ളത്. അതെന്തായാലും നല്ലൊരു തീരുമാനമായിട്ട് എനിക്കും തോന്നുന്നു. വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം ഒരുപാട് പേപ്പർ വർക്കുകളും ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ, അതായത് നമ്മൾ ഇപ്പോഴും പേപ്പർ രീതിയിൽ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകളെല്ലാം എളുപ്പത്തിൽ നടക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അതൊരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വേയിൽ, അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയെ കൂടെ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും
സെക്യൂരിറ്റി കൂടും അല്ലെ, അങ്ങനെ പി എളുപ്പത്തിൽ. എസ് സിക്ക് ആണെങ്കിലും പി എസ് സി അങ്ങനെയൊക്കെ ആക്കുന്നതായിരിക്കും കൂടുതൽ അതെ, നല്ലത്. തീർച്ചയായിട്ടും. അപ്പം ഈ പഴയ പരീക്ഷകളെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ പി എസ് സി ആകട്ടെ, നീറ്റ് ആകട്ടെ, എന്ത് പരീക്ഷയായാൽ തന്നെ അതെല്ലാം സാങ്കേതികപരമായിട്ട് അതിനെ സെക്യൂർ ചെയ്യേണ്ട ഒരു കാലം വന്നു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നവരെല്ലാം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ടെലഗ്രാം പോലെയുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം തട്ടിപ്പുകാരെക്കാളും ഒരുപടി മുകളിൽ വേണം നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ഈ ഇതുപോലെയുള്ള ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള കാര്യങ്ങളെല്ലാം തടയാൻ പറ്റൂ. അല്ലെങ്കിൽ വീണ്ടും ടെലഗ്രാമിലും അല്ലെ വാട്സപ്പിലും ഒക്കെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ സിസ്റ്റങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കണമെന്ന് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പൊ ഈ നീറ്റ് പരീക്ഷ ചോർന്നതിന് ശേഷം വേറെ ഏതോ ഒരു പരീക്ഷ, കൃത്യമായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഏതോ ഒരു പരീക്ഷയുടെ പേപ്പർ വീണ്ടും ചോർന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം സാങ്കേതികവൽക്ക കമ്പ്യൂട്ടറൈസ്ഡ് ആക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി ഇതിന്റെ ഡൽഹിയിലെ കാഴ്ചകളിലേക്ക് പോവുകയാണെങ്കിൽ, ഡൽഹിയിലെ കാഴ്ചകളെ കുറിച്ച് ഒരു വലിയ പേജ് തന്നെ നമ്മുടെ മനോരമ കൊടുത്തിട്ടുണ്ട്. അതായത് പെല്ലറ്റുകൾ കാഴ്ച തകർത്ത യുവാവുമായി രാഹുൽ ഗാന്ധി, കള്ളം നിർത്തു ഇതാ തെളിവ് എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാം സ്റ്റുഡൻസിന്റെ ആ ഒരു പ്രക്ഷോഭത്തിൽ പെല്ലറ്റുകൾ ഉപയോഗിച്ചു. സാധാരണ പെല്ലറ്റുകൾ ഉപയോഗിക്കുന്നതൊക്കെ അത്രയും വലിയ പ്രക്ഷോഭം, അതായത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ കടകളടിച്ച് അങ്ങനെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഈ പെല്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. നമ്മളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പ്രക്ഷോഭം ഡീൽ ചെയ്യേണ്ടത്. പെല്ലറ്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടിയർ ഗ്യാസ് ഉപയോഗിച്ചോ ഗ്രനേഡുകൾ ഉപയോഗിച്ച് ഒന്നുമല്ല ആ പ്രക്ഷോഭം ഡീൽ ചെയ്യേണ്ടത്. പക്ഷേ പെല്ലറ്റുകൾ ഉപയോഗിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്മോക്കിംഗ് ഗ്യാസുകൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഗ്രനേഡുകൾ ഉപയോഗിച്ചു എന്നുള്ള വാർത്തയും വന്നിരുന്നു. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്ന പുക എന്ന് പറയുന്നത് അത് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് മനഃപൂർവ്വമാണെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അത് മുമ്പും അങ്ങനെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൊക്കെ അങ്ങനെ എക്സ്പയറി കഴിഞ്ഞ സ്മോക്കിംഗ് ഗ്രനേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ആന്റി നാഷണൽ ആണെന്ന് വേണം പറയാൻ. നമ്മുടെ രാജ്യത്തുള്ള യുവാക്കളെ തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും അല്ലെങ്കിൽ രാജ്യത്തിന്റെ യുവതലമുറയ്ക്ക് എന്ത് ഇതാണ് സുരക്ഷയാണ് കൊടുക്കുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സംശയം തന്നെയാണ്. അപ്പോൾ പെല്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നു എന്ന ഒരു ആരോപണത്തിന് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് പെല്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നില്ല, അങ്ങനെ യാതൊരുവിധ ആയുധങ്ങളോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ പെല്ലറ്റുകൾ കാഴ്ച തകർത്ത് ഒരു യുവാവിന്റെ കണ്ണുപോയി, ആ പെല്ലറ്റിന്റെ പീസ് കണ്ണിൽ തറച്ച് ആ യുവാവിന്റെ കണ്ണുപോയി. അപ്പൊ ആ കണ്ണുമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ഡൽഹിയിൽ എത്തിയിട്ട് കള്ളങ്ങൾ നിർത്തു, ഇതാണ് തെളിവ്, ഇദ്ദേഹമാണ് ജീവിക്കുന്ന തെളിവെന്ന് പറഞ്ഞ് ഈ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികളെ പോലും വെറുതെ വിട്ടിട്ടില്ല. അതെ, തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളെ പോലും, അതായത് നമ്മുടെ ഭാവി തലമുറയിൽ ആൺപിള്ളേർ പോട്ടെ, പെൺകുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല, അല്ലെങ്കിൽ അവരെയും ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയാക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജനകീയ സർക്കാരിന് ചേർന്ന പരിപാടിയല്ല ഇത്. തീർച്ചയായിട്ടും. അപ്പം ഈ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചില്ലെന്ന് കേന്ദ്ര സർക്കാരും പോലീസും ആവർത്തിക്കുന്നതിനിടെ ശരീരമാകെ പെല്ലറ്റുകൾ തറഞ്ഞ് പരിക്കേറ്റ സാഹിൽ എന്ന യുവാവിനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിർത്തി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. പെല്ലറ്റുകൾ സാഹിലിന്റെ ഒരു കണ്ണിന്റെ കാഴ്ചയെ ബാധിച്ചിരുന്നു എന്ന് രാഹുൽ പറഞ്ഞു. പോലീസാകാൻ മോഹിച്ച് എഴുതിയ പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നതിന്റെ നിരാശയാണ് സാഹിൽ ജന്തർ മന്ദറിലെ സമരത്തിനെത്തിയത്. അപ്പോൾ ഈ നിരാശയും അല്ലെങ്കിൽ അവർ അത്രയും വർഷം കഠിനമായിട്ടിരുന്ന് പഠിച്ച് ഓരോ അല്ലെങ്കിൽ രാത്രി പകലാക്കിയിരുന്ന് പഠിച്ച് പിന്നീട് ആ ചോദ്യപേപ്പർ ചോർന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ന്യായമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പുറത്താണ് അദ്ദേഹം അവിടെ എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും പോലീസ് ഫോഴ്സിലേക്ക് കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം കണ്ണിന്റെ കാഴ്ചയെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അംഗവൈകല്യം ഉള്ളവർക്ക് പോലീസ് ഫോഴ്സിൽ കയറാനും പറ്റില്ല. അദ്ദേഹത്തിന്റെ ഭാവിയെ തന്നെ തകർക്കുന്ന ഒരു പരിപാടിയായി പോയി എന്ന് വേണം പറയാനല്ലേ. അതുപോലെ മീഡിയയിൽ ഒരു വാർത്ത കണ്ടായിരുന്നു. ഇതിപ്പോ ഈ ഒരു നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട സമരമാണ് നടക്കുന്നത്. പക്ഷെ അത് മുതലെടുത്ത് വേറെ കുറെ പേര് അവർക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല നടക്കുന്നതെന്നുള്ളത്. ഏതോ ഒരു റിപ്പോർട്ടർ ചോദിച്ചു ഇവിടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സമരം നടക്കുന്നതെന്ന്. നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ആണെന്ന് തോന്നുന്നു, ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ആളൊഴിഞ്ഞു. പക്ഷെ എന്തോ ഉദ്ദേശത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ സമരത്തിനിടയ്ക്ക് തന്നെ അഭിജിത് ദീപ്കെ പറഞ്ഞായിരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നവര് ഇപ്പം ഈ വിദ്യാർത്ഥികൾ തന്നെ അവിടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നവർ ഒരിക്കലും ഞങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥികളല്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലാണ്. അതായത് ഈ ഒരു വലിയ പ്രക്ഷോഭത്തിനിടയ്ക്ക് ആരൊക്കെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ ഭാഗ്യശക്തികൾ അവരുടെ ആൾക്കാരെ കയറ്റി വിട്ടൊരു ഈ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ആക്രമണകാരികളാണ്
എന്നുള്ള രീതിയിലൊരു ഒരു എന്താ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരും അത് മുതലെടുക്കുന്നുണ്ട്. അതെ, ഇപ്പം കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാലും അവർക്ക് ഇതൊരു അല്ലെ അന്ത്യത്തിൽ ഇതെല്ലാം ഒരു മുതലെടുപ്പ് തന്നെയാണല്ലേ. നമ്മുടെ സത്യത്തിൽ ഈ പാർട്ടിയും അതിപ്പോ CJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ അവരെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണല്ലേ. വിദ്യാർത്ഥികളാണ് ഇപ്പം പാർട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഇപ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രമാണോ അല്ലെങ്കിൽ അതിനെ പിന്തുടരണോ അല്ലെങ്കിൽ ഇപ്പൊ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കണമെന്ന് ചോദിച്ചാൽ അവർ പ്രത്യയശാസ്ത്രം പിന്തുടർന്ന് അവരങ്ങ് പോകും. അപ്പം വിദ്യാർത്ഥികളാണ് അവിടെ ഒറ്റയ്ക്കാവുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആയതുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസ് ആകട്ടെ CJP ആകട്ടെ ഇവരെല്ലാം വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. അപ്പോൾ അന്ത്യത്തിൽ നമ്മൾ പൊതുജനങ്ങൾ തന്നെയാണ് അല്ലെ ഒറ്റയ്ക്കാവുന്നത്, വിഡ്ഢികളാവുന്നത്. ഇനിയിപ്പോ ഡൽഹിയിലെ സമരങ്ങൾ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഡൽഹിയിലെ സമരങ്ങൾ മാത്രമല്ല BJP വലിച്ച് സമരങ്ങൾ വീണ്ടും വേറെ സമരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതായത് കെൻ ബത്വ, ഋഷികേശ്, മോർബി തുടങ്ങിയ സ്ഥലങ്ങളിൽ BJP വലിച്ചിട്ട് വേറെയും സമരങ്ങൾ തലവെക്കുന്നു എന്നുള്ളതാണ്. അതായത് നീറ്റ് UG ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ആരംഭിച്ച സമരം വിവിധ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് പുറമെ പല സംസ്ഥാനങ്ങളിലും ജനകീയ പ്രക്ഷോഭങ്ങൾ സജീവമാകുന്നതും BJP സർക്കാരുകൾക്ക് തലവേദനയാകുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം പുകയുകയാണ്. അപ്പം മൊത്തത്തിൽ അല്ലെ ഉത്തർപ്രദേശ് ആയി, ഇപ്പൊ ഡൽഹി ആയി, അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇങ്ങനെ പതുക്കെ പ്രക്ഷോഭങ്ങൾ തലപൊക്കി തുടങ്ങുകയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ്. കേരളത്തിൽ നിന്നാണെങ്കിലും ഇപ്പം ഇന്ത്യയിലാണെങ്കിലും മൊത്തത്തിലും BJP-യെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതെ, അപ്പം തീർച്ചയായിട്ടും ഒരു സർക്കാർ തെറ്റ് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. അപ്പം അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ തലപൊക്കി തുടങ്ങുന്നത് തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ അതിന് ഡൽഹി പ്രക്ഷോഭം ഒരു കാരണമായി മാറി എന്നുള്ളതും ഒരു കാര്യം തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് കർഷക സമരം ഒഴിച്ചു നിർത്തിയാൽ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സമരം, അതായത് നമ്മുടെ BJP സർക്കാരിനെതിരെ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സമരം നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു അന്ത്യത്തിലെല്ലാം കലങ്ങി തെളിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലെ. ഇനി ഡൽഹി പ്രക്ഷോഭത്തിന്റെ വാർത്തകളൊക്കെ വിട്ടതിന് ശേഷം മറ്റ് നമ്മുടെ സാധാരണക്കാരുടെ അരിപ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് പിന്നാലെ കുത്തരി വിലയും കുതിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് പിന്നാലെ കുത്തരിയുടെ വിലയും അടുത്തിടെ കുതിച്ചു വരുന്നതായാണ് അത് നമ്മുടെ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ചിരിക്കുകയാണ് ഈ ഒരു വാർത്ത. 2021 കുത്തരിയുടെ ചില്ലറ വിൽപ്പന 40 രൂപയായിരുന്നു. ഇത് നിലവിൽ 55 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അല്ലെ കുത്തരി പോലെയുള്ള അല്ലെങ്കിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്നത്, കുത്തരിയൊക്കെ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ സാധാരണക്കാർ ഉപയോഗിക്കുന്നത്. വെറും കിലോയ്ക്ക് 40 രൂപ അല്ലെങ്കിൽ അത്രയും രൂപ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 55 രൂപയായി മാറി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു വലിയ വർധനമായിട്ട് തോന്നില്ല. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 15 രൂപയുടെ ഒരു വർധനമെന്ന് പറയുന്നത് വളരെ വലിയ അല്ലേ. അവരുടെ ദിവസവേതനത്തിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വർധനവ് വളരെ വയറ്റത്തടിയാണ്. നമുക്കിതൊരു റേഷൻ കടയിലെ അരി ഉപയോഗിക്കാത്ത ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഈ ഒരു ഇതിനെ ആയിരിക്കും ആശ്രയിക്കുന്നത്. റേഷൻ കട ഇപ്പൊ പണിമുടക്കിയ അവസ്ഥയിലാണ്. അതെ, ഇപ്പം 2 കിലോഗ്രാമിന്റെ പാക്കറ്റിന് 158 രൂപയും 5 കിലോഗ്രാമിന് 433 രൂപയുമാണ്. 10 കിലോഗ്രാമിന് 766 രൂപയുമാണ് വില എന്നുള്ള വാർത്തയാണ്. അപ്പൊ എന്തായാലും അരിപ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. യുദ്ധം, അതുപോലെ തന്നെ മറ്റു പല ലോകത്തൊട്ടാകെ അനേകം പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മളിപ്പോ സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ശബരിമല വാർത്ത നോക്കുകയാണെങ്കിൽ SITയുടെ പുതിയ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും നടന്നു സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ്. അതായത് വെളിപ്പെടുത്തിയത് PS പ്രശാന്ത്, അജിത് കുമാർ എന്നിവരുടെ അറസ്റ്റ് റിപ്പോർട്ടിലാണ്. അതായത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പപാളിയിൽ വീണ്ടും സ്വർണം പൂശാനായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെന്നൈക്ക് കൊണ്ടുപോയ സമയത്തും സ്വർണ്ണക്കൊള്ള നടന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം അജിത് കുമാർ എന്നിവരുടെ അറസ്റ്റ് റിപ്പോർട്ടിലാണ് ഗുരുതരമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ശബരിമലയിൽ വിശ്വാസികളെന്ന് പറഞ്ഞു നടക്കുന്നവരെല്ലാം കള്ളന്മാരാണെന്നുള്ള രീതിയിലല്ലേ, സ്വർണ്ണപ്പാളികളെല്ലാം പതുക്കെ അടിച്ചുകൊണ്ട് പോകുന്നുള്ള രീതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നിങ്ങൾ പറയുന്ന രീതിയിൽ ഇത്രയും പുണ്യപുരാതനമായ ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ അകത്തളത്തിൽ ഇരിക്കുന്നവർ തന്നെ ഇത്രയും കള്ളത്തരം കാണിക്കുമ്പോൾ പുറത്തു നിന്ന് വരുന്ന ഇത്രയും കഷ്ടപ്പെട്ട് മലകേറി വരുന്ന ഭക്തർക്ക് എന്ത് വിലയാണല്ലേ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും
അതുപോലെ തന്നെ അയോധ്യയിലാണേലും ഇപ്പൊ ഓരോ അമ്പലത്തിലും ഇങ്ങനെ കൊള്ള നടന്നുകൊണ്ടിരിക്കുക. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു ഇപ്പൊ അയോധ്യ ആയാലും ശബരിമല ആയാലും എല്ലായിടത്തും സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. അധികാരത്തിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ആ അമ്പലത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ തുറന്നു നിന്നുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്പലവും എല്ലാം ഇപ്പോൾ ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. സാധാരണക്കാരായ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ പോകുന്നതെല്ലാം ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമായി മാറുന്നതിന്റെ ഒരു കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അമ്പലത്തിൽ പോയ അമ്പലത്തിൽ മുഴുവൻ കള്ളങ്ങളാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുക. അതുപോലെ വേറൊരു വാർത്തയാണ് സിക്കിം തുരങ്ക ദുരന്തം. അനീഷ് മോഹന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ഇന്നലെ ഉച്ചയോടെയാണ് സിക്കിമിൽ നിന്ന് മൃതദേഹവുമായി ആംബുലൻസ് കൊൽക്കത്ത വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകളുടെ 28 കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. അപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഇപ്പം ഈ അനീഷിനെ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. അനീഷ് യൂട്യൂബിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരുപാട് വീഡിയോസ്, അതായത് എഡ്യൂക്കേഷണൽ പരമായിട്ട്, ഇപ്പോൾ തന്നെ മിലിറ്ററി ഏവിയേഷൻ പരമായിട്ട്, അതായത് യുദ്ധവിമാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ട്, ആയുധങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള വൺ ഓഫ് ദ ക്വാളിറ്റി കോണ്ടന്റ് മേക്കർ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഞാനൊക്കെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മരണം എന്തായാലും അറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഞെട്ടലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, പുള്ളി അത്രയും ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ആളായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാൾ പോയതുപോലുള്ളൊരു വേദന നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മരണത്തിൽ തോന്നുന്നുണ്ട്. അദ്ദേഹം സിക്കിമിൽ തുരങ്കത്തിലുണ്ടായ വാതക സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹം ഒരു ജിയോളജിസ്റ്റും ബ്ലോഗറും ശാസ്ത്രലേഖകനുമാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കുറിച്ചാണ്. അതായത് തറയിൽ ഇനി കിടക്കണ്ട, ഇനി കട്ടിൽ എന്നുള്ളതാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തറയിൽ കിടത്തിയിരിക്കുന്ന രോഗികളെ കട്ടിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങി എന്നുള്ളതാണ്. പരമാവധി രോഗികൾക്ക് കട്ടിൽ നൽകണമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ഇതിനായി അത്യാഹിത വിഭാഗം കെട്ടിടത്തിലെ 4ാം നിലയിലെ ഓർത്തോ സർജറി വിഭാഗം കിടക്കകൾ ജനറൽ മെഡിസിൻ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. തറയിൽ കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് ഏറ്റവും അധികം ഉള്ളത് മെഡിക്കൽ വിഭാഗത്തിലാണ്. അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ നിലവിലുണ്ടായിരുന്ന ഓർത്തോ ജനറൽ സർജറി രോഗികളെ പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റുന്ന നടപടികളും തുടങ്ങി എന്നുള്ളതാണ്. ഇതിനായിട്ട് 50 കിടക്കകൾ സജ്ജമാക്കി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം അത്യാഹിത വിഭാഗത്തിലൊക്കെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ 10 ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നത്. ആ സമയത്ത് ഒരുപാട് രോഗികൾ താഴെയാ കിടന്നുകൊണ്ടിരുന്നത്. അതൊരു പോലും ഇല്ല, എല്ലാം അവർ തന്നെ കൊണ്ടുവരുക എല്ലാം വേണം. അതെ, തീർച്ചയായിട്ടും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ആരോഗ്യ സൂചികയിലൊക്കെ വളരെ മുന്നിലാണ്. എന്നിട്ടും അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികളെയൊക്കെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് അതെന്ത് ഇതാണെന്നാണ്. അതുപോലെ മരുന്നൊന്നും അധികം ഇല്ല, എല്ലാം പുറത്തു പോയി മേടിക്കണം. അവരുടെ ആ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ ഒരു മെഡിക്കൽ സ്റ്റോർ കാണുമല്ലോ, അതിന്റെ ഭാഗത്ത് അവർക്ക് വേണ്ട ഒരു മരുന്നും ഇല്ല. മിക്ക മരുന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട അവസ്ഥയാണ്. ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. ഇപ്പം തന്നെ ഇടയ്ക്ക് വെച്ച് മോർച്ചറി കേടായി കിടന്നതെല്ലാം, അതായത് ഒരുപാട് മോർച്ചറി സാധനങ്ങൾ, വസ്തുക്കൾ, അതിൻ്റെയൊക്കെ അനുബന്ധിച്ചുള്ള സാധനങ്ങളെല്ലാം അവിടെ കേടായി കിടന്നു എന്നുള്ള ഒരു വാർത്തയും എനിക്ക് തോന്നുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം ഇത്തരത്തിൽ അനാസ്ഥകൾ ഇടയ്ക്കിടെ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് വരുന്നുണ്ട്. ആ കെട്ടിടമാണേലും ഇടിഞ്ഞെപ്പോ വീഴുമെന്നുള്ളത് ആർക്കും അറിയത്തില്ല, അവിടെ എഴുതി വരെ വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ദിനംപ്രതി വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം രോഗികളെ, അതായത് മാരക രോഗം പിടിച്ചു കിടക്കുന്നവരെ തറയ്ക്കെടുത്ത് ചികിത്സിക്കുക, മോർച്ചറി കേടായിരിക്കുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ അനാസ്ഥകളാണെന്ന് വേണം പറയാൻ. ഇത് സർക്കാർ നടത്തുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധമെങ്കിലും പുതിയ സർക്കാരാണ്. ഇപ്പം ഇതിലൊക്കെ നിങ്ങൾ എടുക്കുന്ന നടപടികളായിരിക്കും ഇനി അടുത്തുള്ള 5 വർഷം നിങ്ങൾക്ക് തുടർന്ന് കിട്ടുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ എടുത്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു നടപടിയാണെന്ന് വേണം പറയാൻ. അതുപോലെ വേറൊരു വാർത്തയാണ്, KSRTCയിലെ സൗജന്യ യാത്ര നിർത്തി. ക്യാൻസർ രോഗികളെ വഴിയാധാരമാക്കി. ക്യാൻസർ രോഗികൾക്ക് KSRTCയിൽ നൽകിയിരുന്ന സൗജന്യ യാത്ര നിർത്തലാക്കി. ഹാപ്പി ലോങ് ലൈഫ് എന്ന പദ്ധതിയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. ഓർഡിനറി മുതൽ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ ലഭ്യമായിരുന്ന സൗജന്യ യാത്ര ഇതോടെ പിൻവലിച്ചു. സർക്കാർ പ്രിയദർശിനി പദ്ധതിയുടെ പിന്നാലെ പോയപ്പോഴാണ് സഹായം ആവശ്യമുണ്ടായിരുന്ന ക്യാൻസർ രോഗികളെ വഴിയാധാരമാക്കിയ നടപടിയുമായി KSRTC രംഗത്തെത്തിയത്. സൗജന്യ യാത്ര മാത്രമല്ല, ബസ്സിൽ സീറ്റും ഉറപ്പു നൽകുന്ന പദ്ധതിയായിരുന്നു ഹാപ്പി ലോങ് ലൈഫ് എന്നത്. അപ്പൊ ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര
ഇപ്പൊ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതുപോലുള്ള അസുഖങ്ങളുള്ളവരെ ആണെങ്കിലും ഒരുപാട് ഭിന്നശേഷിക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട്, ലോട്ടറി വിൽക്കുന്നവര്, അവർക്കൊക്കെ ഇതൊന്നും ഉൾപ്പെടുത്തണം. അതിപ്പോ വേർതിരിവ് കാണിക്കാൻ പറ്റില്ല. പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒരുപോലെ അത് കൊടുക്കണം. ഇപ്പം ഈ സർക്കാർ ജോലിയുള്ള സ്ത്രീകൾ പോലും ഫ്രീ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, അത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണോ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാർക്കാണ് സൗജന്യ യാത്ര അല്ലേ നൽകേണ്ടത്. അവരെ പോലെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള മാരക രോഗം പിടിപെട്ട ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ പ്രിയദർശിനി പദ്ധതി ശരിയാണ്, നിങ്ങളുടെ ഇലക്ഷൻ ഒരു പ്രചാരണത്തിനുള്ള ഒരു ടൂളായിരുന്നു. അത് നിങ്ങൾ അധികാരത്തിലേറിയപ്പോൾ തട്ടിമുട്ടിയൊക്കെ നടപ്പിലാക്കി. പക്ഷേ അത് കാരണം ക്യാൻസർ രോഗികൾ വഴിയാധാരമാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻസർ രോഗികളായ എത്രയോ സ്ത്രീകൾ കാണും, ക്യാൻസർ രോഗികളായ എത്രയോ പുരുഷന്മാർ കാണും. അവരെല്ലാം സ്ത്രീയോ പുരുഷനോ എന്ന് ഇട്ടിട്ട് അവർ രോഗികളാണ്, അവർ മാരക രോഗം ബാധിച്ച രോഗികളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ കൃത്യമായി അത് പരിഗണന പോലും അല്ല, അത് അവരുടെ അവകാശമാണ്. അല്ലെങ്കിൽ അവർ നമ്മളെപ്പോലെ നോർമൽ ആൾക്കാരെ പോലെ അല്ല, അവര് മാരക രോഗം ബാധിച്ച് അവശത നേരിടുന്നവരാണ്. അപ്പോൾ അവർക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഒരു കീമോതെറാപ്പിക്ക് തന്നെ ലക്ഷങ്ങളാണ് അല്ലെ വില വരുന്നത്. അപ്പോൾ സർക്കാരിനെ കൊണ്ടാകുന്ന രീതിയിൽ ഇതുപോലെയുള്ള സൗജന്യ യാത്രകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കാറിലോ ബൈക്കിലോ ഒന്നും വരാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ കാണും, സാധാരണക്കാർ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയുള്ള സൗജന്യ യാത്രകൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. ഇപ്പം ഒരിക്കലും ക്യാൻസർ രോഗികളെ വഴിയാധാരമാക്കി എന്നുള്ളൊരു വാർത്ത വരുന്നത് തന്നെ അത്ര ശുഭസൂചകമല്ല എന്ന് വേണം പറയാൻ. അതെന്തായാലും അത് കൃത്യമായിട്ടുള്ള നടപടികൾ അതിനെതിരെ സ്വീകരിക്കട്ടെ എന്ന് വേണം നമ്മൾ പ്രത്യാശിക്കാം. ഇനിയിപ്പോൾ ഈ മെഡിക്കൽ രംഗത്ത് നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വാർത്ത നോക്കി കഴിഞ്ഞാൽ ഇന്ന് ജൂലൈ 25 നമ്മുടെ ആരോഗ്യമന്ത്രി മുരളീധരൻ കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മലയാള മനോരമയിൽ ഒരു പങ്ക്തി പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ജില്ലയിൽ മെഡിക്കൽ കോളേജ് മുതൽ താഴെത്തട്ടിലുള്ള മിക്ക ആശുപത്രികളും പരിമിതികളുടെ നടുവിലാണ്. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും കുറവ് മാത്രമല്ല, ഉടൻ പരിഹാരം കാണാനുള്ള ചില അത്യാവശ്യങ്ങളും മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇവിടെ ചേർക്കുന്നു എന്നുള്ളൊരു കുറിപ്പോടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പുതിയ 10 നില, അതായത് കോട്ടയം ജനറൽ ആശുപത്രിയിൽ പുതിയ 10 നില കെട്ടിടത്തിന്റെ പണി ഇഴയുകയാണ്. കാർഡിയോളജി, ഗാസ്ട്രോ, എൻട്രോളജി, നെഫ്രോളജി, ന്യൂറോളജി തുടങ്ങിയ ക്രിട്ടിക്കൽ വിഭാഗങ്ങളെല്ലാം സത്യത്തിൽ ഇവിടെ പണിയില്ല, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരുപാട് പരിമിതികൾ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാൻസർ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള വാർത്തയാണ്. അതുപോലെ തന്നെ പാലാ ജനറൽ ആശുപത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രി ഉണ്ട്, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി, വൈക്കം താലൂക്ക് ആശുപത്രി, അങ്ങനെ ഒരു ബെഞ്ച് ഓഫ് ആശുപത്രികളെ എന്തൊക്കെയാണ് ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോട്ടയത്ത് ആരോഗ്യ മേഖല ഇഴയുകയാണോ, അല്ലെങ്കിൽ കോട്ടയത്ത് ആരോഗ്യ മേഖല ഒരു സ്വയം പര്യാപ്തത നേടിയില്ലേ എന്നുള്ളൊരു ആശങ്ക അല്ലേ ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു കുതിപ്പ് കാത്തു കിടക്കുകയാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി കൃത്യമായിട്ടുള്ള നടപടി ഇതിന് സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. അതുപോലെ വേറൊരു വാർത്തയാണ് PSC ക്രമക്കേട്, കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച്. ഈ കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയമാണത്. PSC റാങ്കിലുള്ളവർക്ക് പോലും ജോലി ലഭിക്കുന്നില്ല. അവർ അതിനായിട്ട് സമരം നടത്തിയിരുന്നു. അന്നൊന്നും മുഖ്യമന്ത്രിയോ ആരും ഇതിനൊന്നും ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഈ സിനിമാക്കാർ പോലും ഇവിടെ CJPയുടെ പ്രശ്നം വന്നപ്പോൾ അവിടെ പോയി അവർ ഇടപെട്ടു. കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, എന്നിട്ടാണ് അവിടെ പോയി ചെയ്തത്. അവർ ചെയ്തോട്ടെ, ചെയ്തത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ കേരളത്തിലെ ബുദ്ധിമുട്ടും ആ വിദ്യാർത്ഥികൾ നേടുന്നത്, അല്ലെങ്കിൽ ഈ ജോലിക്കായിട്ട് അവർ കഷ്ടപ്പെടുന്നതും കൂടെ അവർ വിലയിരുത്തണം. അതെ, അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. കാരണം ആദ്യം നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം പരിഹരിച്ചിട്ടാണല്ലോ നമ്മൾ നാട്ടിലിറങ്ങി പ്രശ്നം പരിഹരിക്കേണ്ടത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഈ PSC പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പരിഹരിച്ചതിന് ശേഷം മാത്രമേ കോൺഗ്രസിന് ധൈര്യത്തോടെ അവിടെ പോയി പറയുന്നതിൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് വേണം പറയാൻ. കാരണം PSC എഴുതിയിരിക്കുന്ന നമ്മുടെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരുണ്ട് ഒരുപാട് പേര് PSC എഴുതിയിട്ട് കാത്തിരിക്കുന്നവർ. അപ്പം PSCക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ കുറിച്ച് നമുക്കറിയാം, അവർ എത്രത്തോളം റാങ്ക് ലിസ്റ്റിലുള്ളവർ പോലും ജോലി ഇല്ലാതെ അവര് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റ് കയറിയാലും ജോലി കിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ജനങ്ങളുടെ കഷ്ടപ്പാടിനും ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനും ഒക്കെ എന്ത് വിലയാണ് ഗവൺമെന്റ് നൽകുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ ഉണ്ടാകട്ടെ അതിനെതിരെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബിസിനസ് വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും
10% അധിക തിരിവുമായി US എന്നുള്ള വാർത്തയാണ്. അതായത് ഇതുവരെ തന്ന തിരിവയും നികുതിയൊന്നും പോരാ, ഇനിയും 10% കൂടി നികുതി എക്സ്ട്രാ തരികയാണ് നമുക്ക്. അതായത് 10% താൽക്കാലിക തിരിവ് ഇന്നലെ അവസാനിപ്പിച്ചു. പുതിയ തിരിവ് നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ട ഇറക്കുമതിയുടെ പേരിലാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന 10% താൽക്കാലിക തിരിവ് അവസാനിച്ചയുടൻ നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ട ഇറക്കുമതിയുടെ പേരിൽ US വീണ്ടും 10% അധിക തിരിവ് ചുമത്തി. ഫലത്തിൽ ഇന്നലെ അവസാനിക്കേണ്ടിയിരുന്ന 10% തിരിവ് ഭാരം അതേപടി തുടരും. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിർബന്ധിത തൊഴിലൂടെ കൃത്രിമമായി ചിലവ് കുറച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരിവ്. അപ്പോൾ 10% തിരിവ് ചുമത്തി എന്നുള്ളതാണ്. അപ്പം US അല്ലേ, അവരുടെ സ്വഭാവം മാറ്റാൻ തയ്യാറല്ല. എല്ലാ രാജ്യങ്ങൾക്കും, അവർക്ക് തോന്നിയ രാജ്യങ്ങൾക്കെല്ലാം ഇങ്ങനെ തിരിവ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അവര് എന്താണ് കാണിക്കുന്നത്? അവർ ലോക പോലീസ് കളിച്ച് ഇപ്പം ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US സത്യത്തിൽ ലക്ഷ്യമില്ലാത്തൊരു അമ്പ് പോലെ ഇങ്ങനെ പായുകയാണെന്ന് വേണം പറയാൻ. കാരണം അവർ എന്താണ് ചെയ്യുന്നത്, അവർ ഏത് രാജ്യത്തിനെ എന്ത് ഡിപ്ലോമാറ്റിക് നയമാണ് അവർ സ്വീകരിക്കുന്നതെന്ന് പോലും കൃത്യമായിട്ടുള്ള ഒരു അറിവ് അവർക്കില്ല എന്ന് വേണം കരുതാൻ. അതല്ല അവരിത് മനഃപൂർവ്വമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് സത്യമായിട്ടും കൃത്യമായിട്ടും ആർക്കും മനസ്സിലാകാത്തൊരു രീതിയിലാണ്. കാരണം ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ ഉപഭോക്തൃ രാജ്യത്തിനെ 10% തിരിവ് ചുമത്തി അകൽച്ചയിൽ നിർത്തുക, അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് വേണം പറയാൻ. കാരണം ഇതിനു മുമ്പുള്ള ഒരു അമേരിക്കൻ ഗവൺമെന്റും ഇത്തരത്തിലുള്ള ലോജിക്കില്ലാത്ത നടപടികൾ സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. E20 പെട്രോൾ നമുക്കെല്ലാം അറിയാം. ഇപ്പം ഈ ഇടയ്ക്ക് പുതുതായിട്ട് വന്ന ഒരു ടൈപ്പ് ഓഫ് പെട്രോളാണ് E20 പെട്രോൾ. ഗുണനിലവാരം ഉറപ്പാക്കാൻ മാർഗരേഖ വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതായത് എഥനോൾ കലർന്ന പെട്രോളിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കൃത്യമായ മാർഗരേഖയും പരിശോധനാ ഉപകരണങ്ങളും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്തെ പെട്രോൾ പമ്പ് ഉടമകൾ പെട്രോളിയം മന്ത്രാലയത്തിന് കത്തയച്ചു. ഗുണനിലവാരമില്ലാത്ത ഇന്ധനം വിൽക്കുന്ന ഡീലർമാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഡീലർമാർ തങ്ങളുടെ ആശങ്ക വ്യക്തമാക്കിയത്. രാജ്യത്തുടനീളമുള്ള 1 ലക്ഷത്തിലധികം പെട്രോൾ പമ്പുകളെ ബാധിക്കുന്നതാണ് ഈ പ്രതിസന്ധി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും E20 പെട്രോൾ നമുക്കറിയാം, എഥനോൾ ചേർത്ത പെട്രോളാണ് E20 പെട്രോൾ. അപ്പം അതിൻ്റെയൊക്കെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഈയിടയ്ക്ക് ഉയർന്നിരുന്നു. കാരണം ഒരു പുതിയ തരം പെട്രോളാണ്. അപ്പോൾ അതിനെ ആശങ്കകളോടെയാണ് വിപണി സ്വീകരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ പെട്രോളിയം മന്ത്രാലയം സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി പമ്പുടമകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഗുണനിലവാരം, ഇതിൻ്റെ ഈ ഒരു E20 പെട്രോളിന്റെ ഗുണനിലവാരം ഉറപ്പാക്കിയാൽ മാത്രമേ കൃത്യമായിട്ടും അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാറുകൾക്കും, അല്ലെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന കാറുകൾക്കൊക്കെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെട്രോളിയം മന്ത്രാലയം കൃത്യമായിട്ടുള്ള നടപടി അതിനെതിരെ സ്വീകരിക്കട്ടെ എന്ന് വേണം നമ്മൾ കരുതാൻ. അടുത്ത സ്പോർട്സ് വാർത്തയിലേക്ക് കടക്കാം. ഭാരതം സിംബാബ്വെ T20 ഇന്ന് 2ാം അംഗം ജയിച്ചാൽ പരമ്പര. സിംബാബ്വേയിലെത്തിയ ഭാരത ക്രിക്കറ്റ് ടീമിന് ഇന്ന് 2ാം T20 പരീക്ഷണം. വൈകിട്ട് 4:30 ഹരാരെ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സര പരമ്പരയിൽ ആദ്യ കളി ജയിച്ചു നിൽക്കുന്ന ഭാരതത്തിന് ഇന്ന് ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. ആദ്യ മത്സരത്തിൽ ആധികാരിക വിജയം നേടിയതിന്റെ ആശ്വാസത്തിലാണ് ശ്രേയസ് അയ്യർ കീഴിലുള്ള ഭാരത ടീം. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതം സിംബാബ്വെ T20 ഇന്ന് അതാണ്. ഇപ്പോൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ പൂവറായിട്ടോ അല്ലെങ്കിൽ വളരെ മോശം കളിയാണ് ഈ ഇടയ്ക്ക് പുറത്തെടുത്തിരിക്കുന്നതാണ് കാര്യം. ലോകകപ്പിന്റെ ആവേശത്തിൽ അതത്ര പ്രധാന വാർത്ത ആയില്ല എന്ന് വേണം. അതുകൊണ്ടാണ് അവർ അത്രയും കളിയാക്കലുകൾ കിട്ടാതെ പോയതെന്ന് വേണം കരുതാൻ. അതുപോലെ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് വൈഭവ് സൂര്യവംശി അപൂർവ നേട്ടം കൊയ്തു. T20 ഏറ്റവും ചെറിയ പ്രായത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമാകാൻ വൈഭവിന് സാധിച്ചു. അതെ, അപ്പം എന്തായാലും വൈഭവ് സൂര്യവംശി T20 ആകട്ടെ, അല്ലെങ്കിൽ IPL ആകട്ടെ, അല്ലെങ്കിൽ ടെസ്റ്റ് ആകട്ടെ, വൈഭവ് സൂര്യവംശി എപ്പോഴും ഫോമിലാണ്. എപ്പോഴും അർദ്ധ സെഞ്ചുറിയോ അല്ലെങ്കിൽ സെഞ്ചുറിയോ എന്തെങ്കിലുമൊക്കെ നേടി ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാവാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇപ്പം തന്നെ ഒരു 15-16 വയസ്സുള്ളപ്പോൾ തന്നെ ഇത്രയും ഇന്ത്യയുടെ തന്നെ കീ പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത സത്യത്തിൽ പുതിയൊരു, അല്ലെങ്കിൽ ഈ തലമുറയിൽ നിന്ന് പുതിയൊരു ആളെ കിട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സച്ചിനും ധോണിയൊക്കെ പോലെ ഈ തലമുറയിൽ നിന്ന് ഒരു ആളെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി ഈ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇന്ന് ഈ ഭാരതം സിംബാബ്വെ T20 ഇന്ന് 2ാം അംഗമാണ്. ജയിച്ചാൽ പരമ്പര കിട്ടും എന്നുള്ളതും വളരെ നല്ല കാര്യമാണ്. മുമ്പ് നടന്ന മാച്ചുകളിലേക്ക് മോശം പ്രകടനം മാറ്റിവെച്ച് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ യഥാർത്ഥ കരുത്ത് ഇവിടെ പുറത്തെടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലെ? ഇനി മറ്റൊരു വാർത്ത നോക്കി കഴിഞ്ഞാൽ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് അർജന്റീന അതിരി വിട്ടു എന്നുള്ള ഒരു വാർത്തയാണ്. സ്പെയിൻ്റെ കോച്ചാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത്
ലോകകപ്പ് ഫൈനൽ ദിവസം അർജന്റീന ടീം അംഗങ്ങളുടെ പെരുമാറ്റം അതിരുവിട്ടതായിരുന്നു എന്ന് ലോകകപ്പ് ജേതാക്കളായ സ്പെയിൻ ടീമിന്റെ പരിശീലകൻ ലൂയിസ് ഡീല ഫ്യൂവന്തെ പറഞ്ഞിരിക്കുകയാണ്. അതായത് അർജന്റീന താരങ്ങളുടെ അതിരുവിട്ട പെരുമാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഫിഫ തീരുമാനിച്ച സാഹചര്യത്തിലാണ് സ്പാനിഷ് കോച്ച് പ്രതികരിച്ചത്. ഫൈനലിൽ നിലവിലത്തെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ഫെറാൻ ടോറസ് നേടിയ എക്സ്ട്രാ ടൈം ഗോളിലാണ് സ്പെയിൻ 1-0 കീഴടക്കിയത്. ഇതിൽ പ്രകോപിതനായ അർജന്റീന താരങ്ങൾ സ്പെയിൻ ടീമംഗങ്ങൾക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്നു. അർജന്റീന താരം ലിയാൻഡ്രോ പരേഡസ് സ്പെയിൻ താരങ്ങളായ എറിക് ഗാർഷിയയും ഗാവിയെയും ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ സത്യത്തിൽ ഒരു മോശം രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരുന്നു അർജന്റീന പുറത്തെടുത്തിരുന്നത്. അപ്പം അത് ആരാധകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അർജന്റീന ആരാധകർ പോലും പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫൈനലിൽ ഒരു കളിക്കാരന് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്പോർട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്ത്യത്തിൽ നമ്മുടെ ഫുട്ബോൾ പോലെയുള്ള കളികൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒപ്പോണന്റ് മാത്രമാണ്. ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ ഒരു ഒപ്പോണന്റ് മാത്രമാണ്, അതൊരിക്കലും ശത്രുവല്ല, അല്ലെങ്കിൽ എതിരാളി മാത്രമാണ്, അല്ലെങ്കിൽ ഒരിക്കലും ശത്രുവല്ല. അപ്പോൾ ആ രീതിയിലുള്ള സമീപനം എടുക്കരുത്. ആ ഒരു മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെ അവർ കൈകൊടുത്ത് പിരിയേണ്ടതാണ്. അപ്പം ആ മത്സരത്തിൽ തന്നെയാണ് നമ്മുടെ സ്പെയിൻ താരം യമാൽ വന്നിട്ട് മെസ്സിക്ക്, അതായത് കരഞ്ഞിരിക്കുന്ന മെസ്സിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നിരുന്നു. അപ്പൊ അതാണ് യഥാർത്ഥ സ്പോർട്സ് എന്ന് പറയുന്നത്. കളി ഒരു മത്സരത്തിൽ ജയവും പരാജയവും ഒക്കെ ഒരുപോലെയാണ്. അതിപ്പോ ആർക്കാണോ തോൽവി വരുന്നത് അത് സ്വീകരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ആക്രമണം ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. സ്പോർട്സ് എന്ന് പറയുന്നത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ എത്ര വലിയ ടീമായാലും എത്ര നല്ല കളിക്കാരായാലും എന്തായാലും ഒരു ടീം തോറ്റേ പറ്റൂ, ഒരു ടീം ജയിക്കണമെങ്കിൽ. അപ്പം അവിടെ അത് മനസ്സിലാക്കി കളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തോക്കുമ്പോൾ എതിർ കളിക്കാരെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വില തന്നെയാണ് കരുതുന്നത്. അപ്പം അർജന്റീനയെ പോലെ അത്രയും ലെഗസി ഉള്ള ഒരു ടീം ഒരിക്കലും കാണിക്കാൻ, അവർക്ക് സത്യത്തിൽ അവരാണ് ഇത് ഏറ്റവും ലീസ്റ്റ് കാണിക്കേണ്ടത് അല്ലേ. അവർ ഇത്രയും ലോകകപ്പ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ടീം ആവുമ്പോൾ അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാവേണ്ടതും അത് പ്രകടിപ്പിക്കേണ്ടതും അവർ തന്നെയായിരുന്നു. പക്ഷേ വളരെ മോശം പെരുമാറ്റമായിരുന്നു അവർ കളിക്ക് ശേഷവും കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ സ്വീകരിച്ചത്. അപ്പം അതിനെതിരെ എന്തായാലും ഫിഫ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഒരു അന്വേഷണം ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഇത്രയൊക്കെയായിരുന്നു പ്രധാന വാർത്തകൾ. അടുത്ത വാർത്തകളുമായി നാളെ കാണാം.